ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടാണ് ഇത് പറഞ്ഞത്. ഇന്ത്യയുടെ സൈനിക ആക്രമണം ആസന്നമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ചില തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞുവെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ആക്രമണ സാധ്യതയെക്കുറിച്ച് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ആക്രമണം ആസന്നമാണെന്ന വിലയിരുത്തലിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആസിഫ് തയ്യാറായില്ല. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ 26 പേരെയാണ് കൂട്ടക്കൊല ചെയ്തത്. ഭീകരർക്കായി വിപുലമായ രീതിയിൽ തിരച്ചിലും തുടരുന്നുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും വാഗാതിർത്തി അടച്ചതും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കലും അടക്കം നിരവധി നയതന്ത്ര നടപടികളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും സമാന രീതിയിൽ തിരിച്ചടിച്ചു. അതേസമയം 16 പാകിസ്ഥാനി യൂട്യൂബ് ചാനലുകളും കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 16 ചാനലുകൾക്കായി 63 ദശലക്ഷം സബ്സ്ക്രൈബർമാരാണ് ഉണ്ടായിരുന്നത്. ഡോൺ, സമ TV, ARY ന്യൂസ്, ബോൾ ന്യൂസ്, റാഫ്റ്റർ, ജിയോ ന്യൂസ്, സുനോ ന്യൂസ് എന്നീ വാർത്താ ഏജൻസികളുടെ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു. മാധ്യമപ്രവർത്തകരായ ഇർഷാദ് ഭട്ടി, അസ്മ ഷിറാസി, ഉമർ ഷീമ, മുനീഫ് ഫാറൂഖ് എന്നിവരുടെ യൂട്യൂബ് ചാനലുകളും നിരോധിച്ചിട്ടുണ്ട്. ദി പാകിസ്ഥാൻ റഫറൻസ്, സമ സ്പോർട്സ്, ഉസൈർ ക്രിക്കറ്റ്, റാസി നാമ എന്നിവയാണ് നിരോധിച്ച മറ്റ് അക്കൗണ്ടുകൾ.